തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തൃശ്ശൂരിലെ പൗര സമൂഹം അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിൽ വെച്ചാണ് അദ്ദേഹം തൻ്റെ പ്രയോറിറ്റീസ്, മേജർ ആർച്ച് ബിഷപ്പ് എന്ന രീതിയിലുള്ള പ്രയോറിറ്റീസ് എണ്ണി പറഞ്ഞത്. 3 പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യമാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. 10 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തൻ്റെ പത്രത്തിൽ വാർത്ത വന്നു, ലാംബദൂസ എന്ന ദ്വീപിലേക്ക് പോയ ഒരു ബോട്ട് മറിഞ്ഞ് 200-ൽ പരം ആൾക്കാർ മരിച്ചു. ഈ വാർത്ത വായിച്ചതേ പാപ്പ പറഞ്ഞു, നമുക്കങ്ങോട്ട് പോകണം. പിറ്റേ ദിവസം ഒരു ബോട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദ്വീപിലേക്ക്, ഇറ്റലിക്കും ആഫ്രിക്കയ്ക്കും ഇടയ്ക്കുള്ള ദ്വീപാണിത്, ആഫ്രിക്കയിൽ നിന്നും ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇറ്റലിയിലേക്ക് കള്ളക്കപ്പൽ കയറി വരുന്നവരാണ് ഈ ആൾക്കാർ. ആ ദ്വീപിലേക്ക് ഇദ്ദേഹം ബോട്ടിൽ അടുക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ബോട്ട് അടുക്കുമ്പോൾ അവിടെയുള്ള അന്തേവാസികൾ, ആഫ്രിക്കക്കാർ ഉയർത്തിയ പ്ലക്കാർഡ് ഇങ്ങനായിരുന്നു: ലോകത്തിലെ അവസാനത്തവരുടെ ഇടയിലേക്ക് സ്വാഗതം. ഈ അവസാനത്തവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, ഇവരോടുള്ള പക്ഷം ചേരൽ തുടങ്ങിയത് ഇവിടെയൊന്നുമല്ല. അത് തുടങ്ങുന്നത് നസ്രത്തിലാണ്. നസ്രത്തിലെ സിനഗോഗിൽ ഈശോ കടന്നു ചെന്നിട്ട് അദ്ദേഹം വേദപുസ്തകം തുറന്ന് വായിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ പ്രയോറിറ്റി ഈശോയുടെ പ്രയോറിറ്റിയാണ്. ദരിദ്രരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, സമൂഹത്തിലെ പരിത്യക്തരോട് പക്ഷം ചേരുക എന്നുള്ളത്. ഇത് വളരെ കൃത്യമായിട്ട് എവഞ്ചേലി ഗൗദിയം എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ 198-ാമത്തെ നമ്പറിൽ പറയുന്നു, പാവങ്ങളോടും ദരിദ്രരോടും അഗതികളോടും പക്ഷം ചേരുക എന്നുള്ളത് സഭയെ സംബന്ധിച്ച് ഒരു സാമ്പത്തികമായ ആവശ്യമോ സാമൂഹിക പരിഷ്കാരത്തിൻ്റെ ആവശ്യമോ അല്ല. അതിലൊക്കെ ഉപരിയായിട്ട് ഇറ്റ്സ് എ തിയോളജിക്കൽ നീഡ്, ഇറ്റ്സ് എ സ്പിരിച്വൽ നീഡ്. സഭയ്ക്ക് സഭയായിരിക്കണമെങ്കിൽ പാവങ്ങളോട് പക്ഷം ചേരാതിരിക്കാൻ പറ്റില്ല. പാവങ്ങളോട് പക്ഷം ചേരുക എന്നുള്ളത് കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ ഏറ്റവും വിപ്ലവകരമായ തിയോളജി എന്ന് പറയുന്നത് ലിബറേഷൻ തിയോളജിയാ. അവരുടെ മുദ്രാവാക്യമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പടിയും കൂടെ കടത്തി പറയുകയാണ്, പാവങ്ങളോട് പക്ഷം ചേരുക എന്നു മാത്രമല്ല, സഭ ദരിദ്രയായിരിക്കണം. ചർച്ച് മസ്റ്റ് ബി പുവർ. ഇതാണ് പാപ്പ പറയുന്നത്. ഇത് പല ആവർത്തി പല സന്ദർഭങ്ങളിൽ പറഞ്ഞപ്പം പത്രക്കാരൊരിക്കൽ പാപ്പായോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ പറയുന്നത്, സഭ ദരിദ്രയാകണം എന്ന് പറയുന്നത്? അപ്പോൾ പാപ്പ തിരിച്ചു ചോദിച്ചു, സഭയുടെ മണവാളൻ ഭർത്താവാരാണ്? ജീസസ് ക്രൈസ്റ്റ് ആണ്. ഈ ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത് എവിടെയാണ്? കന്നുകാലിത്തൊഴുത്തിൽ, മരിച്ചതോ മരക്കുരിശിൽ? ഇതിനിടയ്ക്കുള്ള ജീവിതമോ? അദ്ദേഹം തന്നെ പറയുന്നത് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്നാ പറയുന്നത്. അങ്ങനെ ജനനത്തിലും മരണത്തിലും അതിനിടയ്ക്കുള്ള ജീവിതത്തിലും ദരിദ്രനായിരുന്നവൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ, മണവാളനേക്കാൾ സമ്പന്നയാകാൻ പറ്റുമോ? സഭ ദരിദ്രയാകണം. അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു ചോദ്യം ഉണ്ടാകാം, എങ്ങനെയാണ് സഭയ്ക്ക് ദരിദ്രയാകാൻ പറ്റുന്നത്? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഈശോയെ സമീപിച്ച, നിത്യരക്ഷ പ്രാപിക്കാൻ, പരിപൂർണനാകാൻ സമീപിച്ച ചെറുപ്പക്കാരനോട് ഈശോ പറയുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എന്നെ അനുഗമിക്കുക. വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ എന്നാ സംഭവിക്കും? ഇവൻ ദരിദ്രനാകും. ഇന്ന് സഭയെ നോക്കി, കേരളത്തിലെ സഭയെ നോക്കി, ഈശോ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ഒരു കുറവുണ്ട്, പോയി വിറ്റ് നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുക. ദരിദ്രർക്ക് വിറ്റ് കൊടുക്കേണ്ടത് ഇടവകകളിൽ സംഭവിക്കണം, നമ്മുടെ രൂപതകളിൽ സംഭവിക്കണം, സന്യാസ ഭവനങ്ങളിൽ സംഭവിക്കണം. വിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സഭ ദരിദ്രയാകും. ആ ദരിദ്രയാകുന്ന സഭയാണ് ദരിദ്രനായ ക്രിസ്തുവിൻ്റെ സഭ.
ക്രിസ്തുവിൻ്റെ മണവാട്ടി. മറക്കണ്ട, സഭയുടെ പ്രയോറിറ്റി ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക.